അമ്പലത്തെ ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ ഉരുൾ മഹോത്സവം കാണാൻ ഞങ്ങളും പോയായിരുന്നു. രാത്രി ഏകദേശം 9:30 പോകാൻ പ്ലാനിട്ട ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് 11:30. കാരണം എന്താണല്ലേ, 9:30 മുതൽ മഴ തുടങ്ങിയായിരുന്നു ഗൈസ്. പിന്നെ അത് മാറിയപ്പോ തന്നെ ഏകദേശം 11:30 പോകുന്ന വഴിക്ക് തന്നെ ഓരോ കരക്കാരുടെയും ഘോഷയാത്ര പൊക്കോണ്ടിരിക്കുവായിരുന്നേ. പോകുന്ന വഴിക്ക് ശാർക്കര അമ്മയ്ക്ക് വേണ്ടി ഒരുക്കി അതിമനോഹരമായ പടുക്കകളും കാണാൻ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് വല്യകടയിലോട്ടാണ്. വല്യകട ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് കരക്കാരുടെ ഉരുളൊക്കെ വന്നായിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് ഘോഷയാത്രയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അവിടെ അതിമനോഹരമായിട്ടുള്ള പടുക്കയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പടുക്ക കൂടാതെ അവിടെ പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ അടിപൊളി ഗാനമേള നടക്കുമായിരുന്നു. പിന്നെ കുറച്ചു നേരം ഗാനമേളയൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ നേരെ നടന്നു പോയത് ബൈപ്പാസിലോട്ടാണ്. അവിടെ അമ്മയ്ക്കായി മനോഹരമായ പടുക്ക ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. അത് കൂടാതെ കിടിലൻ DJ-യും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം DJ ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ചു. അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നപ്പോഴാണ് ചേട്ടന്റെ ഫ്രണ്ടിനെ കണ്ടത്. പിന്നെ ചേട്ടനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സിനെ കണ്ടു. ഇന്ന് വ്ളോഗ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോ ഉണ്ടല്ലോ, അതേ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ ഉള്ള എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഗോസ്റ്റ് ഹൗസിലോട്ടാണ്. ഗോസ്റ്റ് ഹൗസിൽ കയറിയത് ഫുള്ള് കോമഡിയാണ്. അതിൽ ലാസ്റ്റ് ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. ആ പയ്യനാണെങ്കിൽ ഞാൻ വരുന്നത് കാത്തിരുന്നത് കൊണ്ട് എന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. അങ്ങനെ പേടിക്കാൻ വേണ്ടി കയറിയിട്ട് അവസാനം ചിരിച്ച് മണ്ണ് തപ്പി ഇറങ്ങേണ്ട ഒരു അവസ്ഥയായി പോയി. അപ്പോഴാണ് ചേട്ടന്റെ ഒരു കൂട്ടുകാരനെ കണ്ടത്. പിന്നെ കുറച്ചു നേരം ചേട്ടനോട് സംസാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് നടന്നപ്പോഴത്തേക്ക് അടുത്ത കരകളിൽ നിന്നുള്ള ഉരുൾ ഘോഷയാത്ര എത്തി. ചെണ്ടമേളവും തമ്പോലയും ഫ്ലോട്ടും കൂടാതെ DJ ലൈറ്റും ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് ഘോഷയാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം വന്നത്. വേറെ ആരുമല്ല, ഗൊറില്ല. പിന്നെ ഗൊറില്ലേന്റെ കൂടെ പോയി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ബൈപ്പാസിലോട്ട് വന്നു. അപ്പോഴും ഓരോ കരകളിൽ നിന്നായി ഘോഷയാത്ര വന്നോണ്ടിരിക്കുവായിരുന്നു. അതിനിടയിൽ ചേട്ടന്റെ ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ അവരുടെ കൂടെ കുറച്ചു നേരം സംസാരിച്ചു. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഓരോ ബജ്ജിയും കഴിച്ചു, ഐസ്ക്രീമും കഴിച്ചു. എന്നിട്ട് ഉരുൾ ഘോഷയാത്രയും കണ്ടുകൊണ്ട് തന്നെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.